ഡാനി ഒരു കാര്യം കൂടി, അപ്പോഴും സഖാവ് കലാരാജു തെറ്റ് തിരുത്തി തിരിച്ചു വരും, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു നിലപാട് പ്രകടമായിട്ട് വ്യക്തമാക്കുകയായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ ഈ തരത്തിൽ മറ്റ് പ്രാദേശിക വിഷയങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ഒരു നിലപാടിലേക്കോ ഒരു പുറത്താക്കലിലേക്കോ അത്തരം തള്ളിപ്പറയലുകളിലേക്കോ പാർട്ടി കടക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രതിരോധത്തിൽ CPM ഇപ്പോഴും തുടരുകയാണോ? അതെന്തുകൊണ്ടായിരിക്കും? അപർണ, ഇന്നലെയും സംസാരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറിയോടക്കം ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഒരു പ്രതീക്ഷ ബാക്കി നിർത്തുന്നുണ്ട്. കാരണം അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. ഇവരുടെ എല്ലാം തന്നെ ഒരു വാഗ്ദാനങ്ങളിൽ വീണുപോയി. ഇവരുടെ ബാങ്ക് ലോൺ സംബന്ധിയായ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ പല വാഗ്ദാനങ്ങളും കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ട്. അത്തരം വാഗ്ദാനങ്ങളിൽ അവർ വീണുപോയതാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഇതിൽ വലിയ രീതിയിൽ തന്നെ ഈ കലാരാജുവിനെ അങ്ങനെ പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ അവരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിലും CPM അടുത്ത നിമിഷം വരെയും പോയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു തിരിച്ചു വരാനുള്ള ഒരിടം ബാക്കി നിർത്തിക്കൊണ്ടുള്ള പറച്ചിലുകൾ മാത്രമായിരുന്നു. അത് മുഴുവനായും കുറ്റപ്പെടുത്തിയത് കോൺഗ്രസിനെ തന്നെയായിരുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. അവരാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വഷളാക്കുകയും ചെയ്യുന്നത്. അവരുടെ ഈ പല രീതിയിലുള്ള ഈ പ്രലോഭനങ്ങൾ കാര്യങ്ങൾ ഇതിൽ അവർ വീണുപോയതാണ്. ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ സംസാരിക്കുന്നു. അതിലേക്ക് പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 64/2025 ഒരു കേസും, ജാഥ നടത്തി മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ 68/2025 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്. സർ, സ്ത്രീകളെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായി നേരിടും. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സർക്കാരാണിത്. കഴിഞ്ഞ 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. സാർ, അങ്ങയുടെ ഈ പ്രസ്താവന വന്ന് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് കൂത്താട്ടുകുളം ടൗണിൽ ഒരു CPM-ന്റെ വനിതാ കൗൺസിലറെ CPM നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അടിച്ച് താഴെയിട്ട് ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സാർ, ഇതെന്ത് സ്ത്രീ സുരക്ഷിതത്വമാണ് സാർ കേരളത്തിലുള്ളത്? അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷ ഏതർത്ഥത്തിലാണ്? ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം? അവിടെ കാല് വെട്ടിയെടുക്കുമെന്ന് പറയുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം? അവർക്ക് നേരെ കൊലവിളി നടത്തുന്നതാണോ സാർ സ്ത്രീ സുരക്ഷ?